സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പ്രോപ്ലേ. സോ ഇന്നിപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ലിഫ്റ്റോട്ടാണ്. സോ ഇന്നിപ്പോൾ നമ്മുടെ ഷിൻചാനും കാറിലൊക്കെ നമുക്ക് വേണ്ടി ട്രെയിൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവനെ അപ്പോൾ നമുക്കിന്ന് പിക്ക് ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ, കെവിനെ കൂട്ടണം. വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് പോവാം. എടാ, ഞാൻ ഒന്ന് പുറത്ത് പോവാണേ. ട്രെയിൻ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഓക്കെ, നമുക്ക് GTR നേരെ കയറി പോവാം. സോ അല്ലേ കേസ്, ഞാനാണ് ഷിൻചാൻ. ഓക്കെ, ജാക്കനെ എന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ്, ഞാനിവിടെ കുറേ നേരെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ജാക്കണ്ണ എന്താ വരാതെ? കുറേ നേരം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കേസ്, ഇവിടെ ട്രെയിനിങ് വന്ന് നിന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ വന്നു, 6 മണിക്കാണ് ഞാൻ വന്നത്. കുറേ നേരമായി വെയിറ്റ് ചെയ്തിട്ട് ജാക്കണ്ണം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും എണീക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇച്ചിരി ലേറ്റൊക്കെ ആവുന്നത്. നമുക്ക് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടായിരുന്നു, ഇപ്പം മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കഷ്ടം. മഹീന്ദ്രെ പോയെങ്കിൽ അവൾ പെട്ടേനെ. ഞാൻ ആദ്യം വിചാരിച്ചു ബൈക്കിന് പോയാൽ പിന്നെ മഴ പെയ്ത് മൊത്തം നനയുമല്ലോ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ GTR തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ മഴയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം. ഇവിടെ ട്രെയിനൊന്നും വന്നില്ലേ? ട്രെയിനൊക്കെ ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ട്രെയിൻ ഉണ്ടോ? ഇല്ല. ട്രെയിൻ ഉണ്ട്. അവൻ നേരത്തെ വന്നതുകൊണ്ട് കുഴപ്പമില്ല. അവൻ 6 മണിക്കാണ് വന്നത്. ഓക്കെ, നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നേരെ വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ ആ ഷിൻചാനെ തപ്പാം. ഷിൻചാനെ ഈ ഷിൻചാൻ ഇത് എവിടെ പോയി കിടക്കുക? ഷിൻചാൻ അവിടെ എന്നും കാണും. അവിടെ ഇല്ലല്ലോ. ഇവനവിടെ പോയി? താണ്ടെ നിൽക്കുന്നത് ഷിൻചാൻ. അവിടെ നിൽക്കുവാണ്. അവന് ദേഷ്യം വന്ന് കാണും. കുറച്ച് ലേറ്റായിപ്പോയി നമ്മൾ വരാൻ. എടാ ഷിൻചാനെ, ഷിൻചാനെ നീയൊക്കെ അടിപൊളിയായല്ലോ. എടാ, ബാഗൊന്നും ഇല്ലേ? ഷിൻചാനെ വാ, വന്ന് വണ്ടി കയറാ. എത്ര നാളാടാ കണ്ടിട്ട്. ഈ 2 മാസം വെക്കേഷൻ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ നമുക്ക്? കെവിൻ ചേട്ടൻ എവിടെ പോയി? അവൻ വീട്ടിലുണ്ട്. നീ ഒന്ന് വാടാ. ചേട്ടൻ, നീ എന്താണ് രാവിലെ കഴിച്ചത്? കുറേ ലേസും കുറേ പെപ്സിയും. എടാ, നീ രാവിലെ അതൊക്കെ കഴിച്ചേ? എല്ലാവരും എനിക്ക് പൈസ തന്നു. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ ഒരു 4000 ഉണ്ട്. എൻ്റെ ദൈവമേ, 4000. നിനക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ കിട്ടിയത്? അതോ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ടൂറുണ്ട്, സ്കൂൾ ടൂർ ഉണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ സ്കൂൾ അടച്ചില്ല, പിന്നെ എവിടെയാണ് ടൂറെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് സ്പെഷ്യൽ ടൂറാണെന്ന്. അപ്പോൾ എനിക്ക് 400 രൂപ കിട്ടി. അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് കിട്ടി ഇങ്ങനെ പൈസ. ദൈവമേ, ആ മാക്സിനെ മേടിക്കാൻ ഇത്രയും പൈസ ആയിരുന്നു. മാക്സോ? അതാരാ? ഒരു പട്ടിയുണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഒന്ന് കാണിച്ചു തരണേ. നിന്നെ ഞാൻ കാണിച്ചു തരാം. വീട്ടിലെന്താ കഴിക്കാൻ? ബട്ടറും പിന്നെ ബ്രെഡും എങ്ങാണ്ടുണ്ട്. നീ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. ഇവിടെ നിർത്തിക്കോ, ഞാൻ ഇറങ്ങിക്കോളാം. അകത്തോട്ട് കയറി പോയിക്കോ, ഞാൻ ഇപ്പം വരാടാ. ഓക്കെ ജാക്കണ്ണ. ഞാൻ ഒന്ന് കെവിൻ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് വരാം. കെവിൻ അണ്ണനല്ലേ പോകുന്നത്? കെവിൻ അണ്ണ, ഇത് ഞാനാ ഷിൻചാൻ. ജാക്കിന്റെ അനിയനോ? ജാക്കിൻ്റെ അനിയനൊന്നും അല്ല, ഞാൻ ജാക്കിൻ്റെ കസിനാ. പിന്നെ ഈ കെവിൻ അണ്ണ, ഈ PC കളിക്കുന്ന റൂം എവിടെയാ? പക്ഷേ വെറുതെ വഴക്ക് കിട്ടി. ഇനി പോവാം. ഓക്കെ, നമ്മൾ ഷിൻചാന് വേണ്ടി ഒരു സൈക്കിളും കാറിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനൊരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തത്. ഓക്കെ, നമുക്ക് നേരെ അവനെ വിളിക്കാം. ഷിൻചാൻ ഒന്ന് വന്നേ. എന്താ ജാക്കണ്ണ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്തുവാ ജാക്കണ്ണ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. കൂടെ ഷിൻചാൻ വ്ളോഗ്സ്. മിണ്ടായിരിക്കണോ ചെറുക്ക?